കാസിം ബായി എന്നു പേരുള്ള ഈ നൊട്ടോറിയസ് ക്രിമിനലിന്റെ പൂർവ്വകാല ചരിത്രം കൂടുതലായി വിശദീകരിക്കാതെ തന്നെ ബഹുമാനപ്പെട്ട കോടതിക്ക് ബോധ്യമുള്ളതാണല്ലോ. സ്വന്തം സഹോദരിയുടെ വിവാഹം നടത്താനെന്ന വ്യാജേന കോടതിയുടെ ദയാദാക്ഷിണ്യത്തിന്റെ പേരിൽ പരോൾ ആവശ്യപ്പെടുന്ന കൊടും ക്രൂരനായ ഈ കുറ്റവാളിയെ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അനുവദിച്ചാൽ വീണ്ടും കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും ഒരു പരമ്പര തന്നെ നടക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇതിനു മുമ്പ് പല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് നേരെയും ഈ നിൽക്കുന്ന കാസിം ബായി വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഓർമ്മപ്പെടുത്തുന്നു. ആയതിനാൽ ബഹുമാനപ്പെട്ട കോടതിയുടെ യാതൊരുവിധ ആനുകൂല്യവും ദയാദാക്ഷിണ്യവും ഈ പ്രതി അർഹിക്കുന്നില്ല. നോ, ഇതല്ല എന്നെ പുറത്തു വിടാതിരിക്കാൻ എന്റെ പേരിൽ അടിച്ചേൽപ്പിക്കുന്ന ആരോപണങ്ങളാണ്. വർഷങ്ങളോളം ജയിലിൽ കഴിയുന്ന എനിക്ക് ജാമ്യമോ പരോളോ ഒരിക്കൽ പോലും അനുവദിച്ചു തന്നിട്ടില്ല. പക്ഷെ ഇപ്പോ മറ്റാരും തുണയില്ലാത്ത എന്റെ കൊച്ചു പെങ്ങളുടെ നിക്കാഹ് നടത്തി കൊടുക്കാൻ ഒരാഴ്ചത്തെ പരോളെങ്കിലും ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുവദിച്ചു തരണം.